ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് മുഴുവൻ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ അയാൾക്കെതിരായിട്ട് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലീസിനെ അറിയിച്ചില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരായി FIR എടുത്തില്ല? അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ബാക്കി നേതാക്കന്മാരൊക്കെ കുടുങ്ങും, പലരും കുടുങ്ങും. അത് മനസ്സിലായി. എന്നിട്ട് അയാളെ സഹായിക്കാൻ, നാളെ അയാൾ പിടിയിലായാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഒരു സാധനം കൂടി എഴുതി കൊടുപ്പിച്ചു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയത് ചെമ്പുപാളിയാണ്, സ്വർണ്ണം ഇല്ല ഇതിനകത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് പത്രക്കാരോട് കൂളായിട്ട് പറയാ, എനിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നത് ചെമ്പുപാളി മാത്രമാണ്, അതിന്റെ രേഖയുണ്ട്. അത് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തു കൊടുത്താൽ ഏത് കേസിന് പോയാലും അയാളെ രക്ഷിക്കാം. കാരണം അയാൾ കുടുങ്ങിയാൽ ഇയാൾ കുടുങ്ങി. ഞാൻ അതുകൊണ്ടാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട്, അന്ന് ദേവസ്വം മന്ത്രിയാണ്, ഞാൻ ചോദിക്കണ്ടേ ഇത് ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നതെന്ന് കടകംപള്ളി പറയണമെന്ന്. കടകംപള്ളിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാലോ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നതെന്ന്. അപ്പൊ കടകംപള്ളി എനിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. വക്കീൽ നോട്ടീസ് എത്തിയപ്പോൾ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരായി പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു നിങ്ങളൊരു നോട്ടീസ് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തില്ല പുള്ളി നോട്ടീസ്. സ്വപ്ന സുരേഷ് കൊടുത്തില്ല, നോട്ടീസ് അയച്ചില്ല. എനിക്ക് അയച്ചു. ഞാനത് നിയമപരമായി നേരിട്ടാണ്. കാരണം ഡിഫമേഷൻ നോട്ടീസിൽ, അപകീർത്തി നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചാണ്. വക്കീലന്മാരൊക്കെ ഇരിക്കുന്നത് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാണ്. അത് അതിനു മുമ്പ് തെളിയും, കേസ് വരുന്നതിന് മുമ്പ് തെളിയും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാരും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ UDF കോൺഗ്രസോ പറയുന്നതല്ല, കോടതിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയത് വ്യാജ ചെമ്പുപാളിയാണ്, ഇത് വേറെ വലിയ തുകയ്ക്കാണ് ഇത് വിറ്റിരിക്കുന്നത് എന്ന് പറയും. ഇനി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? അത് അതിനേക്കാൾ രസകരമാണ്. ഈ സംഭവം ഇവർക്ക് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ. ഇത് മൂടി വെച്ചു, അത് ആരും അറിഞ്ഞിട്ടില്ല. കള്ളന്മാർ എങ്ങനെയുള്ള ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്താ? ഒരു കള്ളൻ കളവ് നടത്തിയാൽ ആരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരും അറിഞ്ഞാൽ നോക്കും. അടുത്ത പരിപാടി എന്താ? രണ്ടാമത്തെ കളവ് തുടങ്ങും, അല്ലെ? ഈ കേസിൽ അത് തന്നെയാണ്. ഒരു കള്ളന്റെ മനഃശാസ്ത്രമാണ്, കള്ളന്റെ മനഃശാസ്ത്രമാണ്. 2025 ആയപ്പോ 40 വർഷം വാറണ്ടി ഉള്ളത് 2020 കൊല്ലം കഴിഞ്ഞപ്പോ ഒന്ന് പൂശി. ആ പൂശിയപ്പോ കുറെ കിട്ടിയല്ലോ. അപ്പൊ വീണ്ടും 2025 ഒന്നും കൂടി പൂശണമെന്ന് തോന്നുക. വാസവനും പിന്നെ ആർക്കാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അംഗങ്ങൾക്കും ഒന്നും കൂടി പൂശണം. കാരണം കഴിഞ്ഞ പൂശിയതിന്റെ കിട്ടിയതിന്റെ കണക്കിന് അറിയാല്ല. അപ്പൊ അതാ മറ്റവർക്കാണ് കിട്ടിയത്, ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരുടെ കാലത്ത് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി പൂശിക്കളയാന്ന്